ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചീരയില തോരൻ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ചുവപ്പ് ചീരയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചുവന്ന ചീര കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സെൻറ്റർ പോർഷൻ ഒന്ന് നീക്കിയിട്ട് അവിടെ ചതച്ച കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയതും കൂടെ തന്നെ പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വേപ്പില, ഇത് ഇത്രയും ചേർത്താണ് തേങ്ങ ചതച്ചെടുത്തിട്ടുള്ളത്. ആ കൂട്ടത്തിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് 2 സെക്കൻഡ് ഒന്ന് മൂടിയിട്ട് നമുക്ക് അടപ്പ് മാറ്റി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചീരയില തോരൻ റെഡി കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഈ മോഡലൊന്ന് ചീരയില തോരൻ ഒന്ന് വെച്ച് നോക്കണേ. ചുവപ്പ് ചീരയിൽ മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ. തീർച്ചയായിട്ടും എല്ലാവരും ഈ ചീരയില തോരൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.